നിവേദ്യം വഴി ഒരു ഭയങ്കര എൻട്രി മലയാളത്തിലേക്ക് ലഭിച്ച ഒരാളാണ് ലോഹിതദാസ് സാർ കണ്ടുപിടിച്ചൊരു നടനാണ്. താങ്കൾ എന്തുകൊണ്ട് അതിനുശേഷം പിന്നെ സിനിമയായിട്ട് കൂടുതൽ സംവിധാനത്തെ ഫോക്കസ് ചെയ്തു? ഇല്ല, ഞാൻ 15 സിനിമകൾ ചെയ്തതാണ്, കുട്ടിസ്രാങ്ക് ഉൾപ്പെടെ 15 സിനിമകൾ ചെയ്തതാണ്. പക്ഷെ എൻ്റെ ഒരു എയിം ഒരു സംവിധായകനായിരുന്നു. അപ്പോൾ ഈ സംവിധായകനാകുക എന്ന് പറയുന്നത് ഇത്തിരി ജോലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം അടക്കി വെച്ച് കുറേ സീരിയലൊക്കെ ചെയ്തു, ഉപജീവനമാർഗം കഴിയണ്ടേ. അപ്പം അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയോട് കൂടുതൽ അടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത സിനിമയാണ് മൈ ലൈഫ് പാർട്ണർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടനല്ല ഞാൻ താല്പര്യപ്പെട്ടത്, ഒരു സംവിധായകനെയായിരുന്നു. ഇനി ആരെങ്കിലും അഭിനയിക്കാനൊക്കെ വിളിച്ചാൽ പോകുമോ? കുറച്ച് നല്ല 5 വർഷം ഒരു ബ്രേക്ക് എടുത്ത്, എൻ്റെ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയ എൻ്റെ വീഡിയോ ചെയ്ത്, നമുക്കൊക്കെ അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ തന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു. ഈ എബ്രഹാം ലിങ്കണോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് 6 മണിക്കൂർ തരുകയാണെങ്കിൽ, മരം വെട്ടാൻ കാട് വെട്ടാൻ തരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 4 മണിക്കൂർ എൻ്റെ ആക്സിൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടുമെന്ന് പറഞ്ഞു. ബാക്കി 2 മണിക്കൂറെ ഞാൻ മരം വെട്ടുന്നു. ഈ 5 വർഷത്തിന് എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ സൈലൻറ്റ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാൻ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ്, സെൻസറിങ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു. അതിൻ്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എമ്പുരാനെ കാട്ടി വളരെ ക്രൂരമായ ഒരു എന്താ പറയുക ഒരു പ്രശ്നം നേരിട്ട ആളാണ് ഞാൻ. അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു, ആ സിനിമ നിങ്ങൾ എനിക്ക് തരും. അങ്ങനെ അവരുടെ ഉപാധികളോടെ ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ കിട്ടിയത്. ആ വിഷമത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രൊഡ്യൂസറും കൂടി ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ പാടില്ല. അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല, എന്തുകൊണ്ട് ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങളോട് പറയും. ഈ സെൻസർ ബോർഡിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യും, മീഡിയാസിൽ അടക്കമെന്ന് പറയുകയൊക്കെ ചെയ്തത്. അപ്പൊ അതേപോലെ പടം എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഒരു വയലൻസിന്റെ പ്രാധാന്യമുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഈ പല കാര്യങ്ങൾക്കും വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ടു മുമ്പ് പപ്പേട്ട് സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങളടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വയലന്റ് മൂവിയല്ല, അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്ന ഒരു നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞാലും പറയാം. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും മെമ്പറായിരുന്നു, കാരണം അവരല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല, ഏതോ ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു അതിൻ്റെ ഫൈനൽ സെൻസർ കിട്ടിയത്. ആടുജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി ഇവിടെ നിന്നല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ഡമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത്. അവരുടെ വാക്കിനോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയില്ല. അതിന്റെ ഭാഗമായ ഒരാൾ തന്നെ പറയാം. പക്ഷെ തേറ്റ അങ്ങനെയല്ല. തേറ്റ ക്ലീനായിട്ട് UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സിനിമ കാണാൻ വേണ്ടി സർട്ടിഫൈ ചെയ്തതാണ് അത്. അതിന്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ്. അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ്. എമ്പുരാന്റെ വിവാദം വെറുതെയാണെന്ന് ഞാൻ പറയുന്നില്ല. എമ്പുരാന്റെ വിവാദം ശരിയായിരിക്കാം, അത് അതിനെക്കുറിച്ച് ഖണ്ഡിക്കുകയല്ല. പക്ഷെ എമ്പുരാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റിയെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനെക്കാട്ട് ഇവിടെ രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തത്. ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ്. അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്കൊന്ന് ആ വിഷയത്തിൽ നിന്ന് മാറാം. കാരണം ഇത് നമ്മളെ തേറ്റയുടെ പ്രൊമോഷനാണ് അല്ലല്ല. അത് ടോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര്. അത് വേദനയോട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട്. കാരണം ഞാൻ ഒരു പക്ഷേ അത് പറഞ്ഞു പോയാൽ ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ ഒളിച്ചു വെച്ചതാണ്. കാരണം അതെൻ്റെ ഒരു ആവശ്യമാണ്. എൻ്റെ ദയനീയാവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ നമുക്ക് പറയാം. രാഷ്ട്രീയ ഇടപെടലുകളല്ല, ചില മനുഷ്യരുടെ എന്താ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുണ്ട്. ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും, നല്ലൊരു മിടുക്കനായ ഒരു ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും, ആരുടെയൊക്കെ പ്രവൃത്തിയായിരിക്കും. അതൊരിക്കലും ഭരണ പക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല പോയിന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്.
അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇപ്പോൾ വേടൻ തന്നെ ഓരോ കാര്യം സംസാരിക്കുന്നു, വേടന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ പല കാര്യങ്ങളും. ഇപ്പൊ മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ്, ഒരു വയലന്റ് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് സമൂഹത്തെ വഴിതെറ്റിക്കുമെന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞാൽ ആ കുഞ്ഞൊരിക്കലും വിഷം കുടിക്കില്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത്, നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം. നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതും പോലെ കൈ വരയ്ക്കുന്ന കുട്ടി എന്തുകൊണ്ട് ഒരു മോശ സിനിമ കൊണ്ട് പഴിതിട്ടെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെ. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല പഴി പറയേണ്ടത്, നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു നോക്കണം. ഒരു വയലന്റ് സിനിമയും ഒരു സൊസൈറ്റിയെ മോശമാക്കുന്നില്ല. എവിടെ മോശമാക്കുന്നുണ്ട്? നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെ ആക്കി വിടുന്നത്. വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ പഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ, ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും വേടനിലേക്ക് കൊടുങ്കാറ്റ് പോലെ കുട്ടികൾ പാഞ്ഞു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നും അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താൻ, കാരണം ഇത് തേറ്റയാണ്, ഞാനോ എന്റെ ചിന്തകളോ അല്ല. തേറ്റ നല്ല സിനിമയാണ് കേട്ടോ, അത് വളരെ നല്ല സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പെടുത്തിയത്. എന്തുകൂടെ പറയാം, എനിക്ക് ലോകത്ത് എന്നെ മാത്രം പേടിയുള്ള വ്യക്തിയാണ്. തരണ്ട, എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത്. പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടൻ തന്നെയാണ്, അല്ലേ സുദേവ്. അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ചെയ്തത്. അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ, നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത്. കാലം എന്ത് ചെയ്യുന്നു നമ്മൾ അനുസരിക്കും, നമ്മളൊക്കെ ടൂൾസ് മാത്രമാണ്. ഈ സംവിധാനം ചെയ്യാൻ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ എല്ലാ സംവിധായകരും സംവിധാനം ചെയ്യാൻ പറ്റാതെ ആവാം, അഭിനയത്തിലോട്ട് തിരിയുന്ന സമയമാണ്. സമയത്ത് എപ്പോഴെങ്കിലും അതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ലോക് സാറിന്റെ നിവേദനത്തിലൂടെ കിട്ടിയത്. അപ്പൊ ഇനി പിന്നെ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ പോകാൻ എപ്പോഴെങ്കിലും കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ 19 വയസ്സായി, ഇനി എന്റെ അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകം അറിയുന്ന ഒരു സിനിമ ചെയ്യുന്ന ഒരു പ്രതീക്ഷയോട് ജീവിക്കാം. നടന്നില്ലെങ്കിൽ അന്ന് മരിച്ചു വീഴാമേ. അരങ്ങൊഴിയുന്ന മനുഷ്യരെ പോലെ ഞാൻ ഇല്ലാതായി പോകട്ടെ, അന്ന് വരെ ജീവിക്കാമല്ലോ. ലോക് സാർ ഇവിടെ 16 വർഷമാണ്. ഇപ്പോഴും ലോക് സാറിന്റെ എന്തെങ്കിലും ഒരു ഉപദേശം ഇപ്പോഴും മനസ്സിൽ ഒരു ധൈര്യം പോലെ? ലോക് സാർ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്റെ മരണശേഷമായിരിക്കും. വായിക്കപ്പെടാതെ പോയ, പറയപ്പെടാതെ പോയ ഒരു സംവിധായകനാണ് ലോക് സാർ. ലോക് സാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നിഴല് പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകരുണ്ട്, അവരുടെ പ്രഭാവവും കെട്ടിരിക്കുകയാണ്. അപ്പം ഹീറോ ലോക് സാർ തന്നെയാണ്. അദ്ദേഹം എന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്കും വേണ്ടി ലോക് സാർ നടന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാം അല്ലേ, അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ് നിങ്ങൾ തീരുമാനിക്കുക സിനിമ എന്താണെന്ന്. ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭയിൽ നിൽക്കുന്നതിന്റെ വേരുകൾ ഉറപ്പിച്ചത് ലോക് സാറിനെ പോലെ എഴുത്തുകാർ തന്നെയാണ്. ഇന്ന് പല താരങ്ങളും കുമിള പോലെ വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ്. ശരിയല്ലേ? ലോക് സാർ എപ്പോഴും എന്റെ മനസ്സിൽ ഗുരു മാത്രമല്ല, എനിക്ക് ജീവൻ തന്ന ഒരു